ഹായ്, കഴിഞ്ഞ 4-5 മാസമായി നമ്മൾ പുതിയ വീഡിയോസുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ പഴയ ടൈക്കോൺ ബുൾസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സെബി ബാൻ ചെയ്യുകയും അത് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു ഇതുവരെ. പക്ഷേ സെബി പാലിക്കുന്ന കറണ്ട് പ്രൈസ് പറയാൻ പാടില്ല എന്നുള്ള റൂൾ ഞാൻ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ചാനൽ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. മേ ബി തിരിച്ചു കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇനിയുള്ള വീഡിയോകൾ ആ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അതിന് പകരമായി ഒരു പുതിയ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും ഒരു ട്രേഡിംഗ് മെന്റാലിറ്റിയിലേക്ക് പോവാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റിയിൽ നിന്നുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ 140ഓളം വീഡിയോകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കലും ഒരു ട്രേഡർ ആവരുത്. ട്രേഡർ ആവുകയാണെങ്കിൽ ട്രേഡർ ആവണമെങ്കിൽ മിനിമം ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിൽ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത എല്ലാ വീഡിയോകളും. ഇനി നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സമുദ്രം പോലത്തെ സംഗതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ട് അഥവാ ബുക്ക് സ്റ്റഡി ചെയ്തുകൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള വിദ്യാഭ്യാസം നേടിയത് കൊണ്ടോ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സക്സസ് ആവാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന MBA പാസ്സായവരോ അതുപോലെ എക്കണോമിക്സ് അധ്യാപകരോ ഒക്കെ ആയിരിക്കണം ഇതിന്റെ തലപ്പത്ത് ഉണ്ടാവേണ്ടതും. സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കിയവർ അവരായി മാറുമായിരുന്നു. പക്ഷേ അങ്ങനെയാണോ നമ്മൾ കാണുന്ന പ്രവണത? ഒരു തിയററ്റിക്കൽ ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ച് പഠിച്ചത് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സക്സസ് ആകുമോ? നമുക്കതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആയവരുടെ 10 പേരുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്നും ഈ പറയുന്ന ആളുകൾ അഥവാ നല്ല ഉന്നത വിദ്യാഭ്യാസം എക്കണോമിക്സിൽ നേടിയ ആളുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജുൻജുൻവാല MBA പാസ്സായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഓരോ ഇന്റർവ്യൂകളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ സംസാരത്തിലും നമ്മൾ കാണുന്നത് ഈ MBA കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയം വരിക്കാൻ എനിക്ക് സാധിച്ചത് എന്നല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരാളും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ തിയററ്റിക്കലായ പഠനത്തിന്റെ 95 ഇരട്ടി നമ്മൾ പ്രാക്ടിക്കലായി തന്നെ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ എന്ന് നമ്മൾ പറയുന്ന കഴിഞ്ഞ 30-25 വർഷമായി സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നിൽക്കുകയും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഒരു കരിയർ ബിൽഡ് ചെയ്യുകയും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്ത ആളുകളുടെ കഴിഞ്ഞ 1.5 വർഷത്തെ ഒരു പോർട്ട്ഫോളിയോ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലായി, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബുക്ക് നോക്കി പഠിച്ചത് കൊണ്ട് നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. അത് ഉപകാരപ്പെടും എന്നത് ശരിയാണ്, പക്ഷേ അതിനേക്കാൾ ഉപരി വേറെ എന്തൊക്കെയോ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വേണം. എന്നിരുന്നാലേ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വിജയം കൈവരിച്ചവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1.5 വർഷമായി 25% മുതൽ 40% വരെ ലോസിലാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി ജസ്റ്റ് ടോപ്പ് 10 ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ എന്ന് അടിച്ചു കൊടുത്താൽ വരുന്ന 10 പേരുകൾ, ആ 10 പേരുകൾ മാത്രം നമുക്കൊന്ന് പഠിച്ചാൽ മതി. അവരുടെ ഒക്കെ പോർട്ട്ഫോളിയോ കഴിഞ്ഞ 1.5 വർഷമായി ഇത്രയും ലോസിലാണ്, 25-40% ലോസിലാണ്. അവർക്ക് ഈ ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് കമ്മോഡിറ്റി കയറി പോകുന്നുണ്ട്, സിൽവർ കയറി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽ സെക്ടർ കയറി പോകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വിറ്റ് അവർക്ക് മെറ്റൽ സെക്ടറിലേക്ക് മാറിയാൽ പോരെ? നമ്മൾ പേരെടുത്ത് പറയുന്ന രാധാകൃഷ്ണ ദമാനി, രമേഷ് ദമാനി, അതുപോലെ വിജയ് കേഡിയ, ആശിഷ് കച്ചോലിയ, മുകുൽ അഗർവാൾ എന്ന് വേണ്ട എല്ലാ എണ്ണപ്പെട്ട ആളുകളുടെയും പോർട്ട്ഫോളിയോ കഴിഞ്ഞ 1-1.5 വർഷമായി ലോസിലാണുള്ളത്. നമ്മുടെ പോർട്ട്ഫോളിയോ മാത്രമല്ല ലോസിലുള്ളത്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ മാത്രമാണ് ലോസിൽ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മാറ്റമില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഫണ്ടമെന്റലി ബേസിക് കാര്യങ്ങളിലോ ടെക്നിക്കലി ബേസിക് കാര്യങ്ങളിലോ അല്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ഫണ്ടമെന്റൽസ് നോക്കുക, ടെക്നിക്കൽസ് നോക്കുക എന്നുള്ളതാണ്.
ഈ രണ്ട് കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ടല്ല കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ഓരോരോ വാക്കുകൾക്കനുസരിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ അതിലെ സ്റ്റോക്കുകൾ ബിഹേവ് ചെയ്ത ഒരു മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റലിലോ ടെക്നിക്കലിലോ എന്തെങ്കിലും ഒരു ഫോൾട്ട് നമ്മൾ കാണണം. ഈ ടെക്നിക്കൽ ബ്രേക്ക് വരുമ്പോൾ അതിന്റെ റീസൺ പോലും നമുക്ക് കണ്ടെത്താനാവാതെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇവരൊക്കെ തന്നെ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ടാണ് മാർക്കറ്റിനെ അഭിമുഖീകരിച്ചത്. അവിടെ അവർക്ക് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യുകയും ചെയ്യരുത് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് ഒരിക്കലും ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രൈസ് വേരിയേഷൻ അല്ല നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിശ്വാസമുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ ബൈ ചെയ്തതെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആഡിങ് മാത്രമാണ്. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ ഗ്രൂപ്പിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിസൾട്ട് വരും. കാരണം നമ്മൾ കാണുന്ന, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ആ കമ്പനിക്ക് വരാനുണ്ട്. പക്ഷെ അത് വരണമെങ്കിൽ ഇങ്ങനെയുള്ള ചാഞ്ചാട്ടങ്ങൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് അടുത്ത ഒരു സ്റ്റോക്കിലേക്ക് മാറി അതും ഇതുപോലെ നമ്മൾ സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഫണ്ടമെന്റൽ ആയിരിക്കണം അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിരിക്കണം. ഇങ്ങനെ അല്ലാതെ മൂവ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് അടുത്ത ഒന്നിലേക്ക് കയറിയാൽ പോലും ഈ സ്റ്റോക്കും അതുപോലെ പെർഫോം ചെയ്യുമെന്ന് നമുക്കൊരു വിശ്വാസവും ഇല്ലാത്ത സമയമാണ്. നമുക്കൊന്നും പറയാൻ പറ്റാത്ത സമയമാണ്. അതിലും നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ 2-3 സ്റ്റോക്കുകളിൽ അങ്ങനെ നിങ്ങൾ 20% വെച്ച് ലോസ് ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 60% വാനിഷ് ആയി പോകും. അത് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ജേണിയെ തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് ഒരു കാരണവശാലും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നമുക്ക് വിശ്വാസമുള്ള സ്റ്റോക്കുകൾ നമ്മൾ ലോസിന് സെല്ല് ചെയ്യരുത് എന്ന് പറയാനുണ്ടായ കാരണം. അങ്ങനെ സെല്ല് ചെയ്തുകൊണ്ട് ലോസ് ബുക്ക് ചെയ്യാൻ ആയ സമയമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ ഇൻവെസ്റ്റേഴ്സ് അത് ചെയ്തില്ല? അവർ അവരുടെ പോർട്ട്ഫോളിയോയിൽ വളരെ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളൂ. അത് തന്നെ ലോസിലുള്ളത് സെല്ല് ചെയ്ത് അവർ ഒഴിവാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. കൂടുതൽ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. നമ്മുടെ സ്റ്റോക്കുകളിൽ ഫണ്ടമെന്റലി ഒരു മാറ്റം ഇല്ല എങ്കിൽ ഓവറോൾ ട്രെൻഡിനനുസരിച്ച് മാർക്കറ്റ് ഇറങ്ങിയ സമയം സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികൾ 30% കറക്റ്റ് ചെയ്ത ആ ഒരു സമയം നമ്മുടെ സ്റ്റോക്കുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ഓവറോൾ ഫിനോമിന മാത്രമാണ്. അതിൽ നമ്മൾ ബലിയാടാവാതെ നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഏറിപ്പോയാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന അധിക പേരും കോവിഡിന് ശേഷം വന്നവരായിരിക്കും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സും പോലെ ലോകത്ത് എല്ലാ ബിസിനസ്സിനും റിസ്ക് ഉണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, എല്ലാ ബിസിനസ്സും റിസ്കിയാണ്. അപ്പോൾ ഇതിൽ അപ്പ് ആൻഡ് ഡൗൺ സ്വാഭാവികമാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിച്ച അല്ലെങ്കിൽ അത് നമ്മുടെ മുന്നിൽ തെളിയിച്ചു തന്ന രണ്ടാളുടെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഒന്ന് വിജയ് കേഡിയ എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ. അദ്ദേഹത്തിന്റെ ജേണി, അവസാനത്തെ 10 വർഷത്തെ ജേണിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ നോക്കൂ, 2016 336 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നത്. 2017 506 കോടിയിലേക്ക് ഉയർന്നു. 2018 അത് 314 കോടിയിലേക്ക് താന്നു. അഥവാ 2 വർഷം അദ്ദേഹം ഹോൾഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വാല്യൂ കുറഞ്ഞു. 2019 338 വീണ്ടും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത അത്രയും തന്നെ ആവുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഒരു അവസ്ഥ, അഥവാ നമ്മൾക്ക് ബ്രേക്ക് ഈവൺ ആവുകയാണെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകാം, നമ്മളെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടുകയാണെങ്കിൽ ഇത് ഇട്ടെറിഞ്ഞു പോകാം എന്നുള്ള സിറ്റുവേഷൻ. 2020 അഥവാ 2016 to 2020 എന്ന് പറയുമ്പോൾ ഏകദേശം 4 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് 263 കോടിയിലേക്ക് താവുകയാണ് ചെയ്തത്. അഥവാ ഓൾമോസ്റ്റ് ഒരു 30% ലോസ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് എന്തായിരിക്കും? 5 വർഷം ഇതിൽ നിന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള മൈൻഡാണ് ഉണ്ടാവുക. എങ്ങനെയെങ്കിലും 336 കോടിയിലെത്തിയാൽ ഇതിട്ട് എറിഞ്ഞു പോകണം, അല്ല എന്നുണ്ടെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് ഈ സംഭവത്തിൽ നിന്ന് മാറി നിൽക്കാം. ഇങ്ങനെയുള്ള അവസ്ഥ. 4 വർഷം അദ്ദേഹത്തിന് റിട്ടേൺ ഇല്ല, മൈനസ് റിട്ടേൺ ആണ്. പക്ഷെ അവിടുന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ബ്രേക്ക് ഈവൺ പീരീഡ് എന്ന് നമ്മൾ പറയുന്ന അദ്ദേഹത്തിന്റെ ആ 4 വർഷത്തെ ക്ഷമക്കുള്ള ഒരു അംഗീകാരമാണ് പിറ്റത്തെ 4 വർഷം കൊണ്ട് കിട്ടുന്നത്. നോക്കൂ, 2021 528 കോടി, 2022 641 കോടി, 2023 1475 കോടി, 2024 1896 കോടി. അപ്പൊ എവിടെ എത്തി? അദ്ദേഹം 4 വർഷം ഇവിടെ ക്ഷമിച്ചത് കൊണ്ട് ബ്രേക്ക് ഈവൺ പോലും ആവാതിരുന്ന പോർട്ട്ഫോളിയോ 336 കോടിയിൽ നിന്നും 5 ഇരട്ടി 6 ഇരട്ടിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ആ 4 വർഷം കൊണ്ട് പോയത്. അത് കഴിഞ്ഞ് ഡൗൺ വരുന്നു 1377 കോടി, 1261 കോടി 2025 നവംബറിൽ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഈ വിജയ് കേഡിയുടെ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോ വാല്യൂ എന്ന് പറയുന്നത് 1190 കോടി രൂപയാണ്.
അഥവാ ഇതിന്റെ ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് 30-35% കറക്ഷൻ ആയി നിൽക്കുകയാണ് 2026 ജനുവരി വരെ. അദ്ദേഹം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇട്ടെറിഞ്ഞ് പോവുകയാണോ ചെയ്യുന്നത്, അതോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നിൽക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഏതൊരു ബിസിനസ്സിനും ബ്രേക്ക് ഈവൻ പീരീഡ് ആവാൻ സമയമെടുക്കും. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് പൈസ കൊണ്ടുപോയിട്ട് അടുത്ത കൊല്ലം നിങ്ങളെ ലക്ഷപ്രഭുവാക്കാനാണ് എന്നുള്ള ആ ധാരണയാണ് നമുക്ക് മാറ്റേണ്ടത്. ഇതിൽ ലാഭവും കിട്ടും, നഷ്ടവും കിട്ടും. പക്ഷെ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം. ആ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ലോങ് ടേം, മിനിമം ഒരു 10 വർഷം നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിന്നാൽ മാത്രം മതി. നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിന്റെ റിട്ടേൺ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം, രാമാഡിയോ അഗർവാൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ പേരത്ര പരിചിതമല്ലായിരിക്കും. പക്ഷെ മോത്തിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനാണ്, നിലവിലെ CEO ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ ജേണി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 1990 1 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹം 92 ഹർഷത് മേത്ത ആ ബൂം വന്നപ്പോൾ അത് 30 കോടിയിലേക്ക് പോയി. ഹർഷത് മേത്തയുടെ സ്കാം പുറത്തായപ്പോൾ 30 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് ചുരുങ്ങി. 2003 സോഫ്റ്റ്വെയർ ബബിൾ വന്നപ്പോൾ 100 കോടിയിൽ നിന്നും വീണ്ടും 30 കോടിയിലേക്ക്, അഥവാ 10 വർഷം മുന്നത്തെ വാല്യൂയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് കമ്മോഡിറ്റി ബൂം എന്ന് പറയുന്ന പ്രതിഭാസം മാർക്കറ്റിൽ ഉണ്ടായപ്പോൾ 2003 മുതൽ 2008 വരെ ആ 30 കോടി 550 കോടിയിലേക്ക് പോയി. ആ 2008 നിന്നും വീണ്ടും എക്കോണമിക് ക്രൈസിസ് എന്ന് പറയുന്ന പ്രതിഭാസം വന്നപ്പോൾ 225 കോടിയിലേക്ക് വന്നു. 225 കോടിയിൽ നിന്നും അടുത്ത 10 വർഷം കൊണ്ട്, അഥവാ 2018-19 കാലഘട്ടത്തിലായപ്പോൾ 1850 കോടിയിലേക്കാണ് പോർട്ട്ഫോളിയോ പോയത്. അതിനുശേഷം കോവിഡ് വന്നപ്പോൾ വീണ്ടും 45% ഡ്രോ ഡൗൺ വന്ന് 1150 കോടിയിലേക്ക് പോയി. 1150 കോടിയിൽ നിന്നും അടുത്ത ബുൾ റൺ വന്നപ്പോൾ 2000 കോടി. ഇവർക്കൊക്കെ കഴിഞ്ഞ 1.5 വർഷത്തെ പോർട്ട്ഫോളിയോയിൽ 30% വരെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ അർത്ഥമാക്കുന്നത് നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ പേഷ്യൻസോടുകൂടെ, ഡിസിപ്ലിനോടുകൂടെ, എന്നാൽ അഗ്രസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്കുകൾ താഴെ വരുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് അഗ്രസീവായി ബൈ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആളുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ആ ഒരു തിയറിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ചില റീറ്റെയിൽ ഇൻവെസ്റ്റർമാരുടെ, അഥവാ എൻ്റെ ക്ലയന്റ് ആയിട്ടുള്ള കുറച്ചാളുകൾ, അവരുടെ ചില സംശയങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അവർ എന്നോട് ചോദിച്ചത്, കഴിഞ്ഞ 2 വർഷത്തോളമായി മാർക്കറ്റിൽ ഒരു റിട്ടേണും ഇല്ല, ഇത് FD ഇട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ റിട്ടേൺ കിട്ടുമായിരുന്നല്ലോ എന്നുള്ളത് ഒന്ന്. വേറൊരു തരം ആളുകൾ അവർ പറയുന്നത്, നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും നാട്ടിൽ പല ആളുകളും പല ബിസിനസ്സും ഓപ്പർച്യൂണിറ്റിയുമായി വരുന്നുണ്ട്. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് 3000-ഉം 5000-ഉം ഒക്കെ കിട്ടുന്ന, 10,000 ഒക്കെ കിട്ടുന്ന ബിസിനസ്സുകളുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ എന്തിനാ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും ക്ഷമയോടെ കാത്തിരുന്നിട്ട് റിട്ടേൺ ഇല്ലാതെ പോകുന്നത് എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ കൊടുത്ത ആളുകളോ ആദ്യത്തെ 3, 4, 5 മാസം അവർക്ക് അതിന്റെ ചെറിയ റിട്ടേൺ കിട്ടുകയും ബാക്കി പിന്നെ പൈസയും ഇല്ല, മുതലും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ഒരു 5-6 മാസമായി പലതരം ഫോൺ കോളുകൾ വരികയും അവരിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവറി ഇയർ എന്നുള്ളതിനപ്പുറം ആവറേജ് ഒരു 3 to 5 ഇയർ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്കൊരു അക്യുമുലേഷൻ 15 മുതൽ 20% വരെ കിട്ടും. ഇപ്പോഴത്തെ മ്യൂച്വൽ ഫണ്ടുകൾ 20%, 25% കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ആ ബൂമുകളിലാണ് ആ ഒരു റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഓവറോൾ മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് 12%, 15% താഴെയാണ്. നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത രാംഡിയോ അഗർവാൾ എന്ന് പറയുന്ന മോത്തിലാൽ ഓസ്വാളിന്റെ സിഒയുടെ ആവറേജ് CAGR എന്ന് പറയുന്നത് 12 മുതൽ 14% വരെയാണ്. എന്നിട്ടാണ് അദ്ദേഹം ഇത്രയും വലിയ തുക കോമ്പൗണ്ട് ചെയ്തെടുത്തത്. അവിടെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പവറാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് അത് ഒരു 20% റിട്ടേൺ, അഥവാ ഒരു മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, ഒരു 20% ആനുവൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് നമുക്കത് 12 ലക്ഷമായി മാറും. എന്നാൽ ഈ 2 ലക്ഷത്തിനോട് കൂടെ എല്ലാ മാസവും അദ്ദേഹം SIP പോലെ ഒരു 10,000 രൂപ ചെയ്യുകയാണെങ്കിൽ, ഇതേ കോമ്പൗണ്ടിങ് പെർസെൻറ്റേജ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ
ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് 52 ലക്ഷം രൂപയാണ് 10 വർഷം കഴിയുമ്പോൾ. സാധാരണക്കാരായ വ്യക്തികൾക്ക് ചെയ്യാനുള്ളത് നമ്മളൊരു നിശ്ചിത തുക സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനോട് കൂടെ തന്നെ പെർ മന്ത് ഒരു SIP പോലെ എല്ലാ പ്രാവശ്യവും ഒന്നെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടാം, അല്ലെങ്കിൽ സ്റ്റോക്കുകൾക്ക് ഇടാം. അത് നിങ്ങളുടെ താല്പര്യമാണ്, അത് നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചാണുള്ളത്. പക്ഷേ നല്ല കമ്പനികളിൽ നിങ്ങൾ SIP ചെയ്യുകയാണെങ്കിൽ 10 വർഷത്തെ SIP എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തുള്ള റിട്ടേൺ നിങ്ങൾക്ക് നൽകാൻ പ്രാപ്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അതിനൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഓരോ ഇൻവെസ്റ്റ്മെന്റും പ്ലാൻ ചെയ്യാൻ. വാറൻ ബഫറ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റർ പറയുകയുണ്ടായി, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രക്രിയക്ക് നമുക്ക് കൂടുതൽ IQ ഒന്നും വേണ്ട, IQ പവർ ഒന്നും വേണമെന്നില്ല. നമുക്ക് വേണ്ട സംഗതി എന്ന് പറയുന്നത് ഒന്ന് ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. ഈ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാനാണ് നമ്മുടെ ഗ്രൂപ്പിലൂടെ നിരന്തരം നമ്മളെ അഡ്മിൻസ് എല്ലാവരും നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആണ്. ഈ ഇൻഡിപെൻഡന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ പല നോയ്സുകളും ഉണ്ടാവും, പല നോയ്സുകളും മാർക്കറ്റിൽ ദിനം പ്രതി വരും. പക്ഷെ അവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കണം. ക്രൗഡിനെ ഫോളോ ചെയ്യുന്നവരായി നമ്മൾ മാറരുത്. നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഫാക്റ്റുകളെയാണ്, ന്യൂസുകളല്ല. ഫാക്ട്, ആ ന്യൂസിലുള്ള ഫാക്റ്റുകൾ, അല്ലെങ്കിൽ ആ കമ്പനിയിൽ നടക്കുന്ന ഫാക്റ്റുകൾ റീസണിങ് ചെയ്യണം. അഥവാ നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വിഷൻ, അതിനെന്തെങ്കിലും അഗെയിൻസ്റ്റ് ആയിട്ട് ആ കമ്പനിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു കമ്പനിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ, നമ്മൾ കമ്പനിയിൽ കാണുന്ന പോസിറ്റീവ് മേ ബി ടേക്ക് ടൈം, അത് ഓക്കെയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ചില സ്വിംഗ് സ്റ്റോക്കുകൾ, നമ്മൾ സ്വിങ്ങിന് പറഞ്ഞ സ്റ്റോക്കുകൾ ചില സമയം അത് 6, 8, 9, 10 മാസം കഴിഞ്ഞ് ചിലപ്പോൾ 2 വർഷമായേക്കാം. പക്ഷെ ഒരു റീസൺ ഇല്ലാതെ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് സ്ഥായിയായ ഒരു റീസൺ വേണം നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഓവറോൾ ട്രെൻഡിനനുസരിച്ച് ഇറങ്ങുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ അത് വിറ്റിട്ട് അടുത്ത ഒരെണ്ണത്തിലേക്ക് കയറിയാൽ പോലും അതും ഇതേ ഗതി ആയി കഴിഞ്ഞാൽ അത് ഒരു ഇൻവെസ്റ്ററുടെ സെന്റിമെന്റിനെ ബാധിക്കുമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തോട്ടെ. 6 മാസം 9 മാസം പറഞ്ഞ സ്റ്റോക്ക് ഒരു മേ ബി 2 quarter 3 quarter അഡീഷണൽ എടുത്താൽ പോലും നമുക്ക് 20% കിട്ടുന്നതിന് പകരം 2 വർഷം കൊണ്ട് 40% കിട്ടുന്ന രീതിയിലേക്ക് കമ്പനി മാറുമല്ലോ. ആ കമ്പനി മാറിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും അത് ഫോക്കസ് ചെയ്തുകൊണ്ട് താഴെ നിന്ന് ആഡ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പൊതുവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ സംഭവിച്ച കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഫോർകാസ്റ്റിലേക്ക് പോകാം. ഇനി എന്താണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാവി, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഇനി എന്താണ് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിച്ചത്. ശരിക്ക് ഇത് മദർ ഓഫ് ഓൾ ഡീൽസ് തന്നെയല്ലേ എന്ന് നമ്മൾ ശരിക്കൊന്ന് വിശകലനം ചെയ്യണം. 27 രാജ്യങ്ങൾ ചേർന്നതാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഈ 27 രാജ്യങ്ങളിൽ ഏകദേശം 450 മില്യൺ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ 450 മില്യൺ ജനങ്ങൾ താമസിക്കുന്ന യൂറോപ്യൻ യൂണിയൻ കൺട്രികളുമായി 0 താരിഫ് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. ടെക്സ്റ്റൈൽ അപ്പാരൽ, അതുപോലെ ഫാർമ കെമിക്കൽ, ഓട്ടോ കോമ്പണൻസ്, എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് സീ ഫുഡ്, ഈ മേഖലയിലൊക്കെ തന്നെ വലിയ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പോവാനുള്ള ഒരു ഇനീഷ്യൽ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ ഒരു കരാറിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് ഇത്രയും കമ്പനികൾക്കാണ്. 350 മില്യൺ ജനങ്ങളുള്ള US-ഉമായി നമ്മൾ താരിഫ് കരാറിൽ ഏർപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ താരിഫ് കൂട്ടുന്നു എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എത്രത്തോളം ഇടിഞ്ഞു. അതേപോലെ തന്നെ 450 മില്യൺ ജനങ്ങളുള്ള യൂറോപ്പുമായി നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ താരതമ്യേന US-ന് അനുസരിച്ച് ചിലപ്പോൾ പർച്ചേസിങ് പവർ കുറവായിരിക്കാം യൂറോപ്പിന്. പക്ഷേ എന്നിരുന്നാലും ഈ ഡീൽ എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന സംഗതി കറക്റ്റ് തന്നെയാണ്. 1992 എക്കണോമിക് റിഫോമിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല ഡീലുകളിൽ ഒന്നാണ് ഈ യൂറോപ്പുമായിട്ടുള്ള ഡീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് പ്രശ്നമുണ്ടായിരുന്ന അമേരിക്കയുമായി അതും നമ്മൾ ഒരു ഡീലിലെത്തി കഴിഞ്ഞു. അതിലും ഓട്ടോ ആക്സലറീസ്, ഡിഫൻസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, IT എന്നീ മേഖലയിലൊക്കെ ഭയങ്കരമായ കുതിച്ചുചാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇനി വരും നാളുകളിൽ അതിന്റെ ബെനിഫിറ്റ് നമ്മെ കാത്തിരിക്കുന്നു.
ഈ ഒരു ഡീൽ കഴിഞ്ഞ ഉടൻ തന്നെ, US-ഉമായുള്ള ഈ ഒരു ഡീൽ കഴിഞ്ഞ ഉടൻ തന്നെ 2 ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ കുതിച്ചു. 3-ാമത്തെ ദിവസം താഴെ വന്നപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ചർച്ച വളരെ രസകരമായി തോന്നി. ഇത് കഴിഞ്ഞോ, ഇതോടുകൂടി ഇത് കഴിഞ്ഞോ എന്നുള്ളതാണ്. നമ്മളൊരു ഡീലിൽ ഏർപ്പെടുമ്പോൾ ആ ഡീലിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ, ആ ഒരു ഡീലിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അടുത്ത ഒരു 6-9 മാസം കഴിഞ്ഞാലേ നമുക്കത് അറിയാൻ പറ്റൂ ഇത് എങ്ങനെയാണ് ബെനിഫിറ്റ് വരുന്നത് എന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ GDP അടുത്ത 2-3 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം 1700 കാലഘട്ടങ്ങളിൽ ഗ്ലോബൽ എക്കോണമിയുടെ 40% സംഭാവന ചെയ്തത് ഇന്ത്യ ആയിരുന്നു എന്ന സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നിലവിൽ വേൾഡ് എക്കോണമിയിൽ 26% GDP അമേരിക്കയും 17% GDP ചൈനയും ഹാൻഡിൽ ചെയ്യുമ്പോൾ 4% മാത്രമാണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു 5-10 വർഷത്തിനകം ഇന്ത്യൻ GDP വേൾഡ് GDPയുടെ 10% കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചാൽ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ പൈസയും അടുത്ത 10 വർഷം എത്ര ഇരട്ടിയായി മാറും എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവിടെ നല്ല കമ്പനിയിൽ നിക്ഷേപിക്കണം. യൂറോപ്പും US-ഉമായുള്ള ഓരോ ഡീലിലും ഏതൊക്കെ കമ്പനികൾക്കാണ് ബെനിഫിറ്റ്, ഏതൊക്കെ കമ്പനിയാണ് കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്നത് എന്ന് പഠിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 10 വർഷം വളരെ ശോഭനമായ ഒരു ഭാവിയാണ് ഇന്ത്യൻ മാർക്കറ്റിന് കാത്തിരിക്കുന്നത്. ഡീലുകളൊക്കെ ഇപ്പോൾ എഗ്രി ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളും ഔട്ട്കം ഒക്കെ വരണമെങ്കിൽ 2-3 വർഷം എടുക്കും. പക്ഷെ നമ്മൾ സ്റ്റേ ഇൻവെസ്റ്റഡ്. 1700-ൽ 40% ഗ്ലോബൽ GDP കൈകാര്യം ചെയ്ത ഇന്ത്യ അതിന് പ്രാപ്തമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നിടത്താണ് ഓരോ ഇന്ത്യക്കാരനും ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യവും ഇന്ത്യൻ എക്കോണമിയിൽ പൈസ നിക്ഷേപിക്കേണ്ടതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇന്ത്യൻ കമ്പനികളിൽ നല്ല രീതിയിൽ നമ്മൾ നിക്ഷേപം നടത്തുക. ഒരിക്കലും പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു എക്കോണമി അല്ല ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയൊക്കെയാണ് ആമുഖ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇത് നമ്മുടെ പഴയ ടൈക്കോൺ ബുൾസ് ചാനൽ അല്ല, പുതിയ ചാനലാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനി എല്ലാ വീഡിയോയിലും ചർച്ച ചെയ്യുന്ന പോലെ നമുക്കൊരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സ്റ്റോക്കിൽ പ്രൈസ് പറയാൻ പാടില്ല, അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടുത്തുക മാത്രമാണ്. നിങ്ങൾ കൂടെ സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇറ്റ്സ് മീ അൻവർ സാദിഖ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടൈക്കോൺ ബുൾസ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. 1993 സ്ഥാപിതമായ പരിസ്ഥിതി സൗഹൃദ മെറ്റാലിക് ഫ്ലെക്സിബിൾ ഫ്ലോ സൊല്യൂഷൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 1993 സ്ഥാപിതമായ എയറോഫ്ലെക്സ് സാറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഭാഗമാണ്. നിയന്ത്രിത ഒഴുക്കിനായി ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച മെറ്റാലിക് ഫ്ലെക്സിബിൾ ഫ്ലോ സൊല്യൂഷനുകളുടെ മുൻനിര ഇന്ത്യൻ നിർമ്മാതാക്കളാണ് കമ്പനി. 2938 സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകൾ കമ്പനിക്കുണ്ട്. നിർമ്മാണം, എണ്ണ റിഫൈനറികൾ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹോസുകൾ, SS ഫ്ലെക്സിബിൾ ഹോസ്, ഉയർന്ന മർദ്ദത്തിലും തീവ്ര താപനിലയത്തിലും ബ്രേഡിംഗ് ഉപയോഗിച്ചോ അല്ലാതെയോ ഉപയോഗിക്കുന്ന നിർമ്മാണം, എണ്ണ റിഫൈനറികൾ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് ആവശ്യമായ SS ഫ്ലെക്സിബിൾ ഹോസുകൾ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. റെയിൽവേ, കപ്പൽ നിർമ്മാണം, ഹെവി ഇൻഡസ്ട്രീസ് തുടങ്ങിയ വ്യവസായങ്ങൾക്ക് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്ത കണക്ടറുകളുള്ള പ്രീ ഫാബ്രിക്കേറ്റഡ് ഘടകങ്ങൾ അടങ്ങിയ ഹോസും കമ്പനി വിതരണം ചെയ്യുന്നുണ്ട്. 50 mm മുതൽ 300 mm വരെയുള്ള ശ്രേണിയിലുള്ള വൈബ്രേഷൻ ആഗിരണം ചെയ്യാനും വ്യാവസായിക ആപ്ലിക്കേഷനുകളിലെ താപവികാസത്തിന് നഷ്ടപരിഹാരം നൽകാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള മെറ്റൽ ബെല്ലോറുകളും മിനിയേച്ചർ മെറ്റൽ ബെല്ലോറുകളും കമ്പനി നിർമ്മിക്കുന്നുണ്ട്. സ്പേസ് ആൻഡ് ഏവിയേഷൻ, റോബോട്ടിക്സ്, സെമി കണ്ടക്ടറുകൾ, ഹൈഡ്രജൻ ഗ്യാസ്, ക്ലീൻ എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ് പവർ പ്ലാന്റുകൾ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് ഈ മെറ്റൽ ബെല്ലോകളും മിനിയേച്ചർ മെറ്റൽ ബെല്ലോകളും ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ, ഗ്യാസ്, സ്റ്റീൽ തുടങ്ങിയ വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ രാസ എക്സ്പോഷർ പ്രതിരോധത്തിന് ആവശ്യമായ കോമ്പോസിറ്റ് ഹോസുകൾ കമ്പനി നിർമ്മിക്കുന്നുണ്ട്. പ്രത്യേക വ്യാവസായിക ഹോസുകൾ വിഭാഗത്തിൽ വാക്യം ഹോസ് അസംബ്ലികൾ, ഗ്യാസ് ഹോസ് അസംബ്ലികൾ, അഗ്നിശമന നെറ്റ്വർക്ക് ഹോസുകൾ, എയർ ഡെലിവറി ഹോസുകൾ എന്നിവ ഉൾപ്പെടുന്നു.
നവി മുംബൈയിലെ തൊലവജിയിലുള്ള അവരുടെ നിർമ്മാണ സൗകര്യം 4,38,585 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ളതും 12.5 ദശലക്ഷം മീറ്റർ സ്ഥാപിത ശേഷിയുള്ളതുമാണ്. 550-ലധികം ജീവനക്കാരും 87-ലധികം പ്രൊഡക്ഷൻ ലൈനുകളും കമ്പനിക്കുണ്ട്. നിലവിൽ പ്രതിവർഷം 16.5 ദശലക്ഷം മീറ്ററാണ് ഉൽപാദന കപ്പാസിറ്റി എങ്കിൽ 2026 പ്രതിവർഷം 20 ലക്ഷം മീറ്ററായി കമ്പനി ഉയർത്തുന്നുണ്ട്. നിലവിൽ 40 അസംബ്ലി സ്റ്റേഷനുകളാണ് ശേഷിയെങ്കിൽ അത് 70 അസംബ്ലി സ്റ്റേഷനാക്കി കമ്പനി ഉയർത്തുന്നുണ്ട്. മെറ്റൽ ബെല്ലോസ് നിലവിൽ പ്രതിവർഷം 1,20,000 പീസുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ 30 അത് 3 ലക്ഷം പീസുകളായി വികസിപ്പിക്കാൻ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏഷ്യ, അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിലായി 90-ലധികം രാജ്യങ്ങളിലേക്ക് കമ്പനി കയറ്റുമതി ചെയ്യുന്നുണ്ട്. കയറ്റുമതിയിൽ 72%, ആഭ്യന്തര വിപണിയിൽ 28%, കമ്പനിയുടെ റവന്യൂ വരുന്നത്. അതിൽ തന്നെ യൂറോപ്പിൽ 23%, അമേരിക്കൻ നാടുകളിൽ നിന്ന് 59%, ഏഷ്യയിൽ 12%, ആഫ്രിക്കയിൽ 5%, മറ്റുള്ളവരിൽ നിന്നും 1%, വരുന്നത്. 12 അംഗങ്ങളുള്ള ഒരു ഇൻഹൗസ് അക്രഡിറ്റ് ലാബ് കമ്പനിക്ക് 72-ൽ പരം ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉയർന്ന വില 254 രൂപയും താഴ്ന്ന വില 148 രൂപയുമാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ 2,606 കോടി രൂപയാണ്. PE റേഷ്യോ 53 ഇൻഡസ്ട്രി പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ലിറ്റിൽ ബിറ്റ് ഹൈ ആണ്. ROE 13.29%, ബുക്ക് വാല്യൂ 31.36, ഫേസ് വാല്യൂ 2 രൂപയുമാണ്. റവന്യൂയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇയർലി റവന്യൂ 322 കോടിയിൽ നിന്നും 2025-ൽ 379 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് 41 കോടിയിൽ നിന്നും 52 കോടിയിലേക്കും നെറ്റ്വർത്ത് 293 കോടിയിൽ നിന്നും 342 കോടിയിലേക്കും ഉയർന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോട്ടേഴ്സ് 66.99%, മ്യൂച്വൽ ഫണ്ട്സ് 2.21%, അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1.35%, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 1% ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത സ്റ്റോക്ക് എയറോഫ്ലക്സ്. ഇതിനെക്കുറിച്ച് നിങ്ങളും നന്നായി സ്റ്റഡി ചെയ്യുക, എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഇനി പോർട്ട്ഫോളിയോകൾ. ഈ പോർട്ട്ഫോളിയോകൾ നമ്മൾ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ക്ലയന്റുകളുണ്ട്. പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തതുകൊണ്ട് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നതുണ്ട്. ഈ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തവർ ചെയ്ത ഒരു മണ്ടത്തരം, അതാണ് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരം, പോർട്ട്ഫോളിയോ ഗ്രീൻ കാണുന്ന എല്ലാ സ്റ്റോക്കുകളും വിറ്റൊഴിവാക്കും, പോർട്ട്ഫോളിയോയിൽ റെഡ് ഉള്ളത് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പോർട്ട്ഫോളിയോയുടെ ബാലൻസ് പോയി. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പോർട്ട്ഫോളിയോയിൽ ഗ്രീൻ ഉള്ളതിന് ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റിൽ ഇത്ര പെർസെൻറ്റേജ് ഒഴിവാക്കേണ്ടതും. അങ്ങനെ ഓരോന്നും സ്ട്രാറ്റജി വൈസ് മാത്രമാണ് നിങ്ങൾ പോർട്ട്ഫോളിയോ അസറ്റ് അലൊക്കേഷൻ നടത്തേണ്ടത്. അല്ലാതെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ, പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് ഗ്രീൻ ഉള്ളത് വിറ്റ് റെഡ് ഉള്ളത് ഹോൾഡ് ചെയ്ത് എന്നിട്ട് കുറെ കാലം കഴിയുമ്പോൾ എന്താണ് പോർട്ട്ഫോളിയോ ഈ സ്റ്റോക്ക് കയറാത്തത് എന്ന് ചോദിക്കുന്നത് ശരിക്കും ഒരു അർത്ഥശൂന്യമായ ചോദ്യമാണ്. പോർട്ട്ഫോളിയോ നമ്മൾ എപ്പോഴും ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകാനാണ് അസറ്റ് അലൊക്കേഷൻ ഓരോന്നിനും വെയിറ്റേജ് തീരുമാനിച്ചുകൊണ്ട് അത് സെറ്റ് ചെയ്യുന്നത്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാത്രമേ നിങ്ങൾ വിൽക്കൽ വാങ്ങലുകൾ നടത്താൻ പാടുള്ളൂ. അല്ലാതെ ഗ്രീൻ ഉള്ളത് വിറ്റ് റെഡ് ഉള്ളത് ഹോൾഡ് ചെയ്ത് റെഡ് കൂടുതൽ റെഡിലേക്ക് പോയി, ഗ്രീൻ ചിലപ്പോൾ കൂടുതൽ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എടുക്കുന്ന എല്ലാ സ്റ്റോക്കുകളും ഒരേപോലെ കയറി പോകണം എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്കും ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ അതിന് അസറ്റ് അലൊക്കേഷൻ ഓരോന്നിനും വെയിറ്റേജ് തീരുമാനിച്ച് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ബാലൻസിങ് നടത്തുമ്പോൾ തീർച്ചയായും നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കൂടുതൽ സ്റ്റോക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലോ, നിലവിലെ പോർട്ട്ഫോളിയോ ഡീപ്പ് റെഡ് ആണ്, അത് എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുകയാണെങ്കിലോ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. സർവീസ് ചാർജ് വാങ്ങിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യണം, അഥവാ ഇത്ര പൈസ ഉണ്ട് അത് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യണം, അതിന്റെ രീതികൾ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ സർവീസ് ആയിട്ടാണ് നടത്തുന്നത്. നിങ്ങൾക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം എന്നിവയിൽ നിങ്ങൾക്ക് നമ്മളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.